കല്യാണ മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ള ഒരു കോഴ്സ്. MBBS എഞ്ചിനീയറിംഗോ ഒന്നും അല്ല കേട്ടോ. നോർമലായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ വിലയും ഡിഗ്നിറ്റി ഉള്ള ഒരു കോഴ്സ്. അതെ, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് ട്രിവാൻഡ്രം പോയിരുന്നു. ട്രിവാൻഡ്രം ഞാൻ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ MBAക്ക് പഠിച്ചത് ട്രിവാൻഡ്രത്താണ്. അതിനെപ്പറ്റി ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് MBA പറ്റി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ MBA പറ്റി സംസാരിക്കാൻ തീരുമാനിച്ചു. MBA പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് ബേസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഇപ്പം ചെല്ലു പറയുന്നുണ്ട് MBAക്ക് കുറച്ച് ഡിമാൻഡ് കുറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ MBA എന്താണ് എന്ന് കൃത്യമായിട്ട് പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷെ അറിവില്ലായിരിക്കും. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു ഐഡിയോളജി എന്താണ്, അതുകൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ അതിന് കുറച്ച് സ്പെഷ്യലൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്, അത് നമുക്ക് ഏതൊക്കെയാണ് എടുക്കാൻ പറ്റുന്നത്, അതിന്റെ ഒരു സ്കോപ്പ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2 വർഷം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് MBA. PG കോഴ്സാണ് കേട്ടോ. നോർമലായിട്ടൊരു ഡിഗ്രി ഉള്ളവർക്ക്, അതായത് എഞ്ചിനീയറിംഗ് ഫീൽഡിലോ മെഡിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ നോർമൽ ആർട്സ്, അതല്ല എങ്കിൽ മറ്റ് ഏത് വിഷയമാണെങ്കിലും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് MBA. അതായത് ഒന്നിന്റെ ഒരു തുടർച്ചയാന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ BBAയുടെ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയാം. ഓക്കെ, കാര്യം ആ ഒരു സിലബസ് അനുസരിച്ചാണ് ബാക്കിയും പോകുന്നത്. ഏത് സബ്ജക്ട് പഠിച്ചവർക്കും എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെയാണ് MBAക്ക് അത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MBA പഠിക്കാനും പഠിച്ചെടുക്കാനും നമുക്ക് ജോലിയിലോട്ട് പോകാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. MBAക്കകത്തില് കുറെ അധികം സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫിനാൻസ് ഉണ്ട്, HR ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, അങ്ങനെ കുറെ അധികം സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. പലരും പറയും ചിലപ്പോൾ അവരുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും എടുത്ത് ജോലി കിട്ടിയത് ഇതിനാണ് സ്കോപ്പ് കൂടുതൽ, അതുകൊണ്ട് ഇത് എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. മീൻസ് സ്കോപ്പ് പെട്ടെന്ന് ജോലി കിട്ടുന്നതുണ്ട്, നല്ല ഉയർന്ന ശമ്പളം കിട്ടുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലും എൻ്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു അനുഭവത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സ്പെഷ്യലൈസേഷൻ MBAയുടെ നമ്മൾ ചാൻസ് മാത്രം നോക്കി എടുക്കരുത്. ചാൻസ് നമ്മൾ ഒരു 50% അല്ലെങ്കിൽ ഒരു 60% വരെ മാക്സിമം, അത് അത്ര മാത്രമേ പ്രയോറിറ്റി നമ്മൾ അതിന് കൊടുക്കാവൂ. മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കഴിവിനനുസരിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചാണ് അതിന്റെ സ്പെഷ്യലൈസേഷൻസ് പോകുന്നത്. അപ്പൊ അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളത് എടുക്കാൻ. ഞാൻ ഓരോന്നിന്റെ ജസ്റ്റ് ഒരു ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മൾ മാർക്കറ്റിംഗ് എടുക്കുക. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പ്രോഡക്റ്റ് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക. ഒരു മാർക്കറ്ററിന്റെ വായിക്കടാണ് ആ ഒരു പ്രോഡക്റ്റ് ഡിസ്പ്ലേ ആവുന്നതും അതിന്റെ ക്വാളിറ്റീസും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. സോ അത് പറയാനും അത് പറഞ്ഞ് ഫലിപ്പിക്കാനും സംസാരിക്കാനും എടുക്കാനും ഒക്കെ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാർക്കറ്റിംഗ് എടുക്കാവൂ. അതേപോലെ തന്നെ ഫിനാൻസ്, അക്കൗണ്ടിങ്ങിൽ നമുക്ക് പ്രത്യേകപരമായിട്ടൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഫിനാൻസ് എടുക്കാം. അതേപോലെ തന്നെ കസേരയിലൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഫിനാൻസ് ധൈര്യപൂർവ്വം എടുക്കാം. പിന്നെ മറ്റൊരു ഇതാണ് HR എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം സോഷ്യലായിട്ട് എംപ്ലോയീസിനോടൊക്കെ ഇടപെടാനും സംസാരിക്കാനും ഒക്കെ ഉള്ള കഴിവ് വേണം. അപ്പൊ നമുക്ക് അതിനോടൊക്കെ ഒരു അഭിരുചിയും കാര്യങ്ങളും, അതേപോലെ തന്നെ ചില പ്രശ്നങ്ങളാണെങ്കിൽ അതൊക്കെ കേൾക്കാനും എടുക്കാനും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുക്കാനും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പേഷ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ HR എടുക്കാവൂ. അല്ലാത്ത പക്ഷം നമുക്ക് ആ ജോലിയിൽ ശോഭിക്കാൻ പറ്റത്തില്ല. പിന്നെ ഓപ്പറേഷൻസ് ആണെങ്കിലും സെയിം as ടു ഫിനാൻസ് ആണ്, ഇരുന്നുള്ള ജോലി ആയിരിക്കും കൂടുതൽ വരുന്നത്. IT നമുക്ക് കൂടുതലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേഷൻസ് നമ്മൾ എടുക്കാവൂ. പിന്നെ ലോജിസ്റ്റിക്സ് അത്യാവശ്യം ജോലി സാധ്യത ഇപ്പൊ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നോക്കണമെന്നില്ല. നോർമലി ഇപ്പൊ ആർക്കാണെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടൊരു ഫാക്ടർ അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സോ ഈ പറയുന്ന പോയിന്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് കൺസിഡർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ എടുക്കുന്ന മേഖലയിൽ ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എടുത്തു ജോലി ഇല്ലാതെ നടക്കും. അതുകൊണ്ടാണ് MBAക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജോലി സാധ്യത കുറവാണ് എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും അത് ആ കോഴ്സിന്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമല്ല. കുറെ പേര് പഠിക്കുന്നു, ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ടിട്ട് സ്പെഷ്യലൈസേഷൻ എടുക്കുന്നു, എന്നിട്ട് അതിനനുസരിച്ച് പോകുന്നു. നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും
MBA ഒരു ഫ്ലോപ്പ് ആയിട്ടോ ഒന്നും പോകത്തില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ റിട്ടേൺ കിട്ടുന്ന ഒരു കോഴ്സ് തന്നെയാണ് MBA. നമ്മുടെ നാട്ടില് ദിനം പ്രതി കമ്പനീസിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പല സ്റ്റാർട്ടപ്പുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ MBA-കാരന്റെ ആവശ്യകത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇപ്പം ഒരു ഓൺട്രപ്രനർ ആവാനും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഓൺട്രപ്രനർ ആവാനും അതേപോലെ തന്നെ കമ്പനിയിലെ ഒരുപാട് സെക്ഷൻസ്, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ സെക്ഷൻസിലൊക്കെ ജോലി സാധ്യത ഒരുപാടായിട്ട് കൂടുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകളിൽ അവരാദ്യം തന്നെ ഫോക്കസ് ചെയ്യുന്ന ഫ്രഷേഴ്സിനെയാണ്. കാര്യം സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരുപാട് പൈസ മുടക്കാൻ കാണത്തില്ല. ഫ്രഷേഴ്സിന് അപ്പോൾ എക്സ്പീരിയൻസിനുള്ള സ്കോപ്പ് കിട്ടും. പലരും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ ചിലപ്പോൾ അതിന്റെ താഴെയൊക്കെ വന്ന് പറയും ജോലി കിട്ടാത്ത ഒരുപാട് പേരുണ്ട്, പറയുന്നത് ശരിയല്ലെന്നൊക്കെ പറയും. പക്ഷേ എക്സാക്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാഷൻ അനുസരിച്ചുള്ളത് നമ്മൾ കണ്ടെത്തുകയും അതേപോലെ തന്നെ നമ്മൾ അതിന് തേടി ഇറങ്ങുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അതല്ല എങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന MBA കോഴ്സിനകത്ത് വരുന്നുണ്ട്. ബിസിനസ് തുടങ്ങാനുള്ള A to Z അതിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് പഠിപ്പിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ മോൾഡ് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മളൊരു കമ്പനിയിൽ പോയി എങ്ങനെയൊക്കെ സംസാരിക്കണം, എങ്ങനെയൊക്കെ പെരുമാറണം, ഒരു കസ്റ്റമറിനെ നമ്മൾ എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും എടുക്കാനും ഒക്കെ സാധിക്കും. അത്യാവശ്യം മെച്ചുറായി, അതായത് ഒരു 21 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരായിരിക്കും കൂടുതലായിട്ട് ഈ കോഴ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ, ഇതിനകത്ത് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും പഠിക്കാനില്ല, പഠിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അവർക്ക് ഡീപ്പായിട്ടും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഫസ്റ്റ് ഇയറിൽ തന്നെ അവർക്ക് അവരുടെ ഒരു കരിയർ ഡിസിഷനിലോട്ടോ അല്ലെങ്കിൽ ബിസിനസ്സിലോട്ടോ എങ്ങോട്ട് വേണേലും ചേഞ്ച് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഇതിനകത്തുണ്ടാവും. സോ ഒരു കാലത്തും ചാൻസ് നശിക്കാത്ത ഒരു കോഴ്സ് ആയിരിക്കും. ഇപ്പൊ മെഡിക്കൽ പോലോ അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ ലോ ഒക്കെ പോലെ നമ്മൾ പറയുമല്ലോ എല്ലാ കാലത്തും ചാൻസസ് ഉള്ള, ഇപ്പോഴത്തെ ടെക്നോളജി IT ഒക്കെ പറയുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ചാൻസ് ഉള്ള 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് MBA. കല്യാണ മാർക്കറ്റിൽ ഇപ്പോഴും ഉണ്ട് ഡിമാൻഡ്. നിങ്ങൾക്ക് മീൻസ് കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം MBA എടുത്ത ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പണ്ട് അതേ മൈൻഡിൽ തന്നെയാണ് MBAക്ക് പോയത്. കാര്യം നാളെ കല്യാണം കഴിക്കുമ്പോൾ MBA എങ്കിലും ഉണ്ടെന്ന് പറയണമല്ലോ, നമുക്ക് MBBS ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഇതിലോട്ട് ഇറങ്ങിയത്. പിന്നെ എനിക്ക് ആ ബിസിനസ് എന്ന് പറഞ്ഞൊരു താല്പര്യവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ MBAക്ക് ഇറങ്ങിയത്. അപ്പൊ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതേ മാർക്കറ്റ് ഇപ്പോഴും ഉണ്ട്. അതേ മൈൻഡ് സെറ്റിൽ തന്നെ ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന ഒറ്റ മൈൻഡ് ആയിട്ട് തന്നെ MBAക്ക് ഇറങ്ങുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും എനിക്കറിയാം. ഇപ്പോഴും മാർക്കറ്റ് ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലായിരിക്കും കുട്ടികളൊക്കെ കുറഞ്ഞു വരുന്നത്. വെളിയിലോട്ടൊക്കെ മീൻസ് അതർ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോട്ടൊക്കെ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും പഠിക്കാൻ പോകുന്ന ഒരു മെയിൻ കോഴ്സ് തന്നെയാണ് MBA. ഞാൻ വലിയ ഹൈപ്പ് കൊടുത്തെന്ന് കരുതി നമ്മൾ ഡയറക്റ്റ് പോയിട്ട് MBA എടുക്കരുത്. അതിനകത്ത് ചില കാര്യങ്ങളൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഏത് കോഴ്സ് ആണെങ്കിലും നമ്മൾ എഫോർട്ട് എടുക്കാതെ നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എഫോർട്ട് എടുക്കണം. അതായത് പഠിക്കണം. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കാനില്ല, ആ പഠിക്കേണ്ട ഒരു ഇതുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിന് പോകേണ്ട ഒരു കോഴ്സ് തന്നെയാണ്. കാര്യം പ്രാക്ടിക്കലി നമ്മൾ കുറെ കാര്യങ്ങൾ ക്ലാസ്സിൽ പോയി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അലമാരി വെച്ചിട്ട് വെറുതെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ഏതൊരു കോഴ്സിനെ പോലെ തന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ പറയാണ്, മെഡിക്കല് എഞ്ചിനീയറിംഗ് ഒക്കെ പോലെ തന്നെ പ്രാക്ടിക്കൽ സെക്ഷൻ അതിനകത്ത് ഇമ്പോർട്ടൻസ് ഉള്ള പോലെ തന്നെ ഇതിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെമിനാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കമ്പനിയിൽ പെരുമാറേണ്ട എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർത്തായിരിക്കും. നിങ്ങൾ പഠിക്കേണ്ട പോലെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ സ്പെഷ്യലൈസേഷൻ എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ജീവിതത്തിൽ എപ്പോഴെങ്കിലും മീൻസ് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു കോഴ്സ് വർത്താവണമെന്നില്ല. കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല. അതിനകത്ത് വേറെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. MBAക്ക് അതിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ കൂടുതലായിട്ട് തന്നെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ നിങ്ങൾ അത് പഠിക്കുമ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൂടെ മൈൻഡ് ചെയ്തിട്ട് പഠിക്കുക. MBA പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലോ എടുക്കണമെങ്കിലോ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എന്നെ കോൺടാക്ട് ചെയ്യാം. കാര്യം ഞാൻ പഠിച്ച കോഴ്സോടുകൂടിയാണ്. മറ്റുള്ള കോഴ്സിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടത്തെ ഡീപ്പായിട്ടൊക്കെ പറയാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ധൈര്യപൂർവ്വം എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഒന്നെങ്കിൽ കോഴ്സിന്റെയോ അതല്ലെങ്കിൽ സെയിം രീതിയിലുള്ള കണ്ടന്റുകളോ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരും.
നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനലും ഞാൻ പറയുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം, ബൈ.